പുതിയൊരാൾക്ക് Tier 2 ജനറൽ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കമ്പനീസിലും നമുക്കറിയില്ല ഏതൊക്കെ ജോബ്സ് ആണ് വിസ സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ന വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പം അതിന് ജോബ്സ് ഉണ്ടാവും ചാനൽസ്. അപ്പോൾ ജോബ്സ് എന്താണെന്ന് വെച്ചാൽ നേരിട്ടിട്ട് കമ്പനീസിന് അതിൽ ജോബ്സ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വെറും ജോബ് സൈറ്റിൽ മാത്രം ഇട്ട് നമുക്ക് അതിന്ന് കോളൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കി വെക്കാം. ഞാൻ വിചാരിക്കുന്നു ഞാനൊക്കെ ഇപ്പൊ പഠിക്കുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതിന്റെ ഒക്കെ ഒരു പാർട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് കമന്റ്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് രാഹുൽ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഹലോ ഹായ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, രാഹുല്. ചില വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളിത് സംസാരിക്കണം ആദ്യമായിട്ടാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് തമ്മിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താ ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം പറയാം ആദ്യം. ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എക്സാക്ട്ലി 1 month ബിഫോർ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് UK എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ജോലി കിട്ടിയത് എന്നുള്ളത്. അപ്പം ഞാനതിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഇവിടെ UK പഠിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഇവിടുത്തെ ജോബ് സെർച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കണ്ടിട്ടുള്ള ഒരുപാട് പേരും നമുക്ക് ഒരുപാട് കമൻസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, കുറേ കമൻസിൽ കുറേ ക്വറീസ് വന്നിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് കുറേ ഇമെയിൽസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കാം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും നിങ്ങൾക്ക് അറിയുമായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കുറച്ച് ലേറ്റായി പോയി, അതിന് കാരണം ഞാനല്ല, ഇദ്ദേഹം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പറയാം എന്താണെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞങ്ങള് ഇവള് പറഞ്ഞ മാതിരി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഇത് പുതിയതൊന്നുമല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ജോബ് സെർച്ച് ചെയ്യണേന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല. ഞാൻ വേറെ ജോലിയൊന്നും മാറിയിട്ടില്ല. ഞാൻ ആ ഒരു ജോലിയിൽ കിട്ടിയപ്പോഴുള്ള ജോലിയിൽ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. രാഹുലാണ് ജോലി മാറാറുള്ളതൊക്കെ. ഞാൻ കുറച്ച് ജോബ് സെർച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ലണ്ടനിലും ഔട്ട്സൈഡ് ലണ്ടനിലൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. സോ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഓൾറെഡി അറിയണുണ്ടാവും, ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ദിസ്. പക്ഷെ ചിലവർക്കൊക്കെ അത് പുതിയതായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഹോപ്പ്ഫുള്ളി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ടു സ്റ്റാർട്ട് വിത്ത്, നമ്മളെല്ലാവരും ഒരു UK ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയണത് ടെക്നോളജി ജോബ്സ് ആണ്. അതും കൂടി പറയണം. കാരണം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ രണ്ടുപേരും ടെക്നോളജി IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത് ഈ ഒരു പറയുന്ന സംഭവം മേ ബി മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ ഫൈനാൻഷ്യൽ ഡൊമൈനിലും ഒക്കെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നു. അഗെയിൻ എനിക്ക് മറ്റേ ഫീൽഡിലൊന്നും അത്ര എക്സ്പെർട്ടീസ് ഇല്ല. എനിക്ക് ഉള്ളത് ടെക്നോളജിയും സോഫ്റ്റ്വെയർ ആണ് ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞത്. സോ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. സോ ഐ തിങ്ക് ഈവൻ അത് ഫീൽഡ്സിനും ആപ്ലിക്കബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഐ എം നോട്ട് 100% ഷുവർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സൈറ്റ്സ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ആദ്യം തന്നെ ലിങ്ക്ഡിൻ ഉണ്ട് നമ്മുടെ പ്രൊഫൈൽ. അപ്പോൾ ലിങ്ക്ഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലണ്ടൻ ബേസ്ഡ് അല്ലെങ്കിൽ UK ബേസ്ഡ് കമ്പനീസിൽ പലതും ലിങ്ക്ഡിൻ മാത്രം വെച്ചിട്ട് പ്രൊഫൈല് നോക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ജോലി എന്താ പറയുക, ലിങ്ക്ഡിൻ വെച്ച് മാത്രം ജോലി എടുക്കുന്ന കുറെ കമ്പനീസ് ഉണ്ട്. കാരണം അവർ വേറെ ജോബ് സൈറ്റിലൊന്നും പബ്ലിഷ് ചെയ്യാതെ വെറും ലിങ്ക്ഡിനിൽ നിന്ന് മാത്രം ആൾക്കാർ എടുക്കുന്ന പല കമ്പനീസും UK ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് വുഡ് ബി ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആക്കി വെച്ചാൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ. കാരണം പുതിയ ജോബ് അപ്ഡേറ്റ്സും റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഹെഡ് ഹണ്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് പോകാറില്ല 2 സൈറ്റിലാണ്, ജോബ് സൈറ്റും ജോബ് സെർവറും. ഇപ്പോൾ ജോബ് സൈറ്റ് ടോട്ടൽ നെറ്റ്വർക്സിന്റെ പാർട്ടാണ്. അപ്പൊ ഈ ജോബ് സൈറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ആണ്, അത് ടോട്ടൽ നെറ്റ്വർക്സിന്റെ പാർട്ടാണ്. ഇപ്പോൾ അല്ലാതെ ജോബ് നോക്കുന്ന സൈറ്റ്സിന് ജോബ് സൈറ്റ് അല്ല, ആക്ച്വലി ഒരു ഡൊമൈൻ ആണ് ജോബ് സൈറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ. പക്ഷെ ഇപ്പൊ അത് ടോട്ടൽ നെറ്റ്വർക്സിന്റെ പാർട്ടാണ്. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ജോബ് സെർവിൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ വിസ സ്പോൺസർ ചെയ്യണ അല്ലെങ്കിൽ വിസ സ്പോൺസേർഡ് ആയിട്ടുള്ള ജോബ്സ് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്ഷൻ തന്നെയുണ്ട് ജോബ് സെർവിൽ. നമുക്ക് ആ ഒരു ഓപ്ഷൻ ലൈക്ക് വിസ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Tier 2 ജനറൽ വിസ സ്പോൺസർ ചെയ്യണ ജോബ്സ് നമുക്ക് ഫിൽറ്റേർഡ് ആയിട്ട് കാണിക്കും.
എന്നുവെച്ചാൽ ഇപ്പൊ ഒരാൾക്ക് വിസ ആവശ്യം, ഇപ്പൊ ഒരാൾക്ക് ഇപ്പോൾ ഓൾറെഡി Tier 2 ജനറലുള്ള ഒരാൾക്ക് അയാൾക്ക് എംപ്ലോയറിൽ സ്വിച്ച് ചെയ്യണമെങ്കിൽ വേറെ Tier 2 ജനറൽ സ്പോൺസറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയൊരാൾക്ക് Tier 2 ജനറൽ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കമ്പനീസിലും നമുക്കറിയില്ല ഏതൊക്കെ ജോബ്സ് ആണ് വിസ സ്പോൺസർ ചെയ്യുന്നത്, ഏതൊക്കെയാണ് വിസ സ്പോൺസർ ചെയ്യാത്തത് നമുക്കറിയില്ല. സോ ജോബ് സെർവിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിസ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസ സ്പോൺസർ ചെയ്യുന്ന ജോബ്സ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം ഏതൊക്കെ ജോബ്സ് ആണ് സ്പോൺസർ ചെയ്യണമെന്നുള്ള. അപ്പൊ അതിലേക്ക് മാത്രം അയച്ചാൽ മതി. സോ അങ്ങനെ ചെയ്യാം ജോബ് സെർവില്. പിന്നെ നമ്മൾ ഇതിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒക്കെ മനസ്സിലായിക്കൊള്ളുന്നില്ല നമ്മൾ പറഞ്ഞു പോകുമ്പോൾ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കാം. അപ്പോൾ അടുത്തെന്താണെന്ന് വെച്ചാൽ അഗെയിൻ ജോബ് സൈറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നതും എനിക്ക് ഇതുവരെ കിട്ടിയ പ്ലേസ്മെന്റ്സ് ഒക്കെ ലണ്ടനിൽ വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജോബ് സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ജോബ് സൈറ്റിൽ ഇപ്പോൾ ടോട്ടൽ നെറ്റ്വർക്സിന്റെ പാർട്ടാണ്, ടോട്ടൽ ജോബ്സിന്റെ പാർട്ടാണ്. ടോട്ടൽ ജോബ്സിന്റെ നെറ്റ്വർക്കിന്റെ പാർട്ടാണ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ജോബ് സൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഗെയിൻ നമ്മൾ CV അപ്ലോഡ് ചെയ്യാം. സെയിം എല്ലാ വെബ്സൈറ്റിൻ്റെ മാതിരി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പറഞ്ഞ എല്ലാ സൈറ്റ്സിലും നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ വിസിബിലിറ്റി, അതായത് വിസിബിളാക്കി നമ്മുടെ പ്രൊഫൈൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലാണ് റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ എല്ലാവർക്കും സെർച്ചബിൾ ആകും. അതിൽ ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ടാവും. ലൈക്ക് വിസിബിൾ ആക്കി വെക്കണോ, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കണോ, അതോ എംപ്ലോയേഴ്സിന് മാത്രമാണോ കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമ്മളെ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഫുള്ളി അഡ്വൈസ് ചെയ്യണം, ഫുള്ളി വിസിബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു സൈറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡൊമെയിനിലുള്ള ടെക്നോളജി ജോബ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യൽ കാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റും കൂടി ഉണ്ട്. ഫൈനാൻഷ്യൽ കാരിയേഴ്സ്. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് ഫൈനാൻഷ്യൽ ഡൊമെയിനിലുള്ള, അവർ യൂസ് ചെയ്യുന്ന സൈറ്റാണ്. എൻ്റെ കസിൻസും ഒക്കെ യൂസ് ചെയ്യുന്ന സൈറ്റാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഡൊമെയിനിലേക്ക് പോകണം എന്നുള്ളവർക്ക്. ഇത് ജോബ്സ് എന്നൊക്കെ പറഞ്ഞാൽ ജനറലി ഈവൻ ഇൻക്ലൂഡിങ് ഫൈനാൻസ് എല്ലാ ജോബ്സും പോസ്റ്റ് ചെയ്യും. പക്ഷെ മറ്റത് ഇത്രയും കൂടി ഫൈനാൻഷ്യൽ ഡൊമെയിനിലാണ് ഫോക്കസ്ഡ്. ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊഫൈൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ സൈറ്റ്സിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആക്കി വെച്ചാൽ നമ്മൾ ഒബിയസ്ലി നമുക്ക് കോൾസ് കിട്ടും റിക്രൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഒരുപാട് റിക്രൂട്ടേഴ്സ് നമ്മളെ വിളിക്കും. ഇപ്പോൾ ഈ വിളിക്കണ ഒരുവിധം റിക്രൂട്ടേഴ്സ് ഒക്കെ കോൾസ് ജെന്യുവിൻ ആയിരിക്കും ഈ വിളിക്കുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ടാവും, കാരണം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 20 പേര് വിളിക്കണേൽ 1-2 പേര് അവർ വേറെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. എനിക്ക് ആദ്യം ഒന്നും അത് മനസ്സിലായിരുന്നില്ല. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒരു ഇൻസിഡൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇതേമാതിരി ജോബ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറിഞ്ഞിരുന്നില്ല അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നും കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് എല്ലാ ഇതിലും കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ എല്ലാത്തിലും കയറി ഞാൻ എൻ്റെ പ്രൊഫൈലും ഒക്കെ ഇട്ട് വിസിബിളൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ട് എല്ലാ കോൾസിനടുത്ത് ആൻസർ ചെയ്തിട്ട് അവരുടെ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ റിക്രൂട്ടർ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണ് അവരുടെ ജോബിനെ കുറിച്ചിട്ട് ചോദിക്കുക. ആദ്യം ഡെഫിനറ്റ്ലി ചില റിക്രൂട്ടേഴ്സൊക്കെ ആദ്യം അവരുടെ കയ്യിലുള്ള ജോബിനെ കുറിച്ച് പറയും. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്യണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് അവർ ചോദിക്കും. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ജോബ് സ്പെക് എന്ന് അവർ ചോദിക്കും നമ്മുടെ അടുത്ത്. പക്ഷെ ചില കേസസിൽ എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവർ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. അയാൾ ഏറ്റവും അവസാനം ചോദിച്ചു, നിങ്ങൾ ഏത് കമ്പനിയാണ് റെപ്രസെന്റ് ചെയ്യണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ക്ലയന്റ് നെയിം ഞാൻ ഇപ്പോൾ കോൺഫിഡൻഷ്യൽ ആക്കി വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു കീപ് മൈ ക്ലയന്റ് നെയിം കോൺഫിഡൻഷ്യൽ. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ ഈ പ്രൊഫൈൽ എത്തിക്കാം. അപ്പോൾ അയാൾക്ക് നിങ്ങളായിട്ട് ഇൻ്റർവ്യൂവിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊരു കാഷ്വൽ ടോക്ക് കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ആക്ച്വലി ഞാൻ ലഞ്ച് ബ്രേക്കിലാണ് സംസാരിച്ചത്. എന്നിട്ട് ഞാൻ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്തൊരു 1 hour കഴിഞ്ഞപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് മാനേജർ ചോദിച്ചു, രാഹുൽ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടോ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു
എനിക്ക് പെട്ടെന്നായിരുന്നു ഈ ചോദ്യം. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഐ മീൻ പുള്ളി ഡെഫിനറ്റ്ലി അറിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ വേറെ ഒന്നും പറയേണ്ട ഇതില്ല, നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മാനേജർ പറഞ്ഞു ഒന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ ഒരു റിക്രൂട്ടർ ഇപ്പം എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കമ്പനിയിൽ ഇന്ന ഒരു സ്പേസ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റിക്രൂട്ടർ ആദ്യം റിസപ്ഷനിൽ വിളിച്ചു. ഞാൻ മാനേജറിന്റെ പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ആളിനെ കണക്ട് ചോദിച്ചിട്ട് പുള്ളിയുടെ ഡെസ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് റിക്രൂട്ടർ ചോദിച്ചു നിങ്ങളുടെ ടീമിൽ ഇങ്ങനെ കാരണം ഞാൻ സ്റ്റാക്കും ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വർക്ക് ചെയ്യണത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വിളിച്ചിട്ട് ഓക്കെ ഇന്ന ഇതിൽ എനിക്ക് കുറച്ച് കാൻഡിഡേറ്റ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പറയണം, നിങ്ങളുടെ ഒരാൾ ഓൾറെഡി പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട് എന്ന് വരെ അയാൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചു ഡെഫിനറ്റ്ലി ഓക്കെ അങ്ങനെ ഇതുണ്ടോ എന്നുള്ള. അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു, അല്ല അതൊരു മോശം കാര്യമല്ല, പക്ഷേ ആക്ച്വലി ജോലി കിട്ടിയിട്ടാണ് നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ജോലി കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് അറിഞ്ഞു ഞാൻ വേറെ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, എന്തിനാണ് മൂവ് ചെയ്യണത്. ആക്ച്വലി അത് റിക്രൂട്ടറിന് ഒരു ബെനിഫിറ്റ് വേണ്ട, കാരണം ഇപ്പൊ ആ കമ്പനി നീ മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു അയാൾക്ക് വേറെ ക്ലയന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. സോ ഇങ്ങനെ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഇടുമ്പോൾ അയാൾ വിളിച്ചിട്ട് ഹീസ് ട്രൈങ് ഹിസ് ലെക്ക് എന്ന് പറഞ്ഞ പോലെ ഓരോ കമ്പനീസിന് വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനത്തെ പൊസിഷനിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചപ്പോൾ എനിക്കിപ്പോൾ ഒരു ഓഫർ കിട്ടി, ഞാനത് ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത ഉടനെ തന്നെ ചിലപ്പോൾ റീപ്ലേസ്മെന്റ് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് എന്നെ ഈ റിക്രൂട്ടർ വിളിക്കുകയാണെങ്കിൽ ഒരു കോയിൻസിഡൻസ് മതി. പക്ഷെ അയാൾ എന്താ വെച്ചാൽ അവിടെ എന്റെ പേരടക്കം പറഞ്ഞു, വിച്ച് ഇസ് സ്ട്രേഞ്ച്. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന് ഇപ്പൊ ഞാൻ കിട്ടിയ കോൾസ് ഒക്കെ ഫസ്റ്റ് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യണത്, എന്താണ് ജോബ് സ്പെക്ക്. അപ്പം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ഞാൻ പറയും, മെയിലിലേക്ക് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യൂ, ലെറ്റ് മീ ഹാവ് എ ലുക്ക്. പിന്നെ ഞാൻ പറയാം. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഗെയിൻ അതൊരു മീറ്റപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് ഞാൻ ആക്ച്വലി ഈ ജോബ് സൈറ്റിലും ജോബ് സെർവിലും ചെയ്യണേക്കാട്ടിലും കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ വേറെ കമ്പനിയിൽ ഒരു പ്ലേസ്ഡ് ആയിരിക്കുന്നതും ത്രൂ ഇതാണ്. എനിക്ക് ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് അറിവായിരിക്കും, ഇപ്പൊ ടെക്നോളജിയിൽ വർക്ക് ചെയ്യണമെന്നും അല്ലാത്ത പേർക്ക് ഒരുപാട് പേർക്ക് അറിവായിരിക്കും. ബട്ട് സ്റ്റിൽ എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ജോബ് സൈറ്റിൽ ഇടാം. അപ്പൊ എല്ലാവരും ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നോക്കുള്ളൂ. ജോബ് സൈറ്റിൽ ഇട്ട് ഒരു ജോബ് കിട്ടുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ അധികം പേരും നോക്കുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ജോബ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജോബ് സൈറ്റിലും ഇടുക, ദെൻ യു ക്യാൻ ട്രൈ ദിസ് ആസ് വെൽ. ഇത് ജോബ്സിന് വേണ്ടി മാത്രമല്ല, ഞാൻ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു കമ്പനിയിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ഇതാണ് അതിനുള്ള സൊല്യൂഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇത് പോയി തുടങ്ങിയത്. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഈ കാര്യം കൂടി നടന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരുപാട് നടക്കണമുണ്ട്, അതാണ് വേറെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റപ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് meetup.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. അത് നമ്മുടെ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്ക് ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ഏതാണോ നമുക്ക് സെർച്ച് ചെയ്ത് ആ ഗ്രൂപ്പ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പ്രോഗ്രാമർ ആണെങ്കിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ, ഇപ്പോൾ ബാക്ക് എൻഡിലാണെങ്കിൽ നമുക്കൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ പോകണം താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പൈത്തൻ്റെ മീറ്റപ്പ് ഉണ്ട്, റൂബിയുടെ മീറ്റപ്പ് ഉണ്ട്. അതിലിപ്പോൾ അവർ ഫ്രെയിം വർക്ക്സ് ഇപ്പോൾ പൈത്തൺ, ജാങ്കോ കുറിച്ച്, റൂബി റെയിൽസിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതേമാതിരി ഇപ്പൊ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് സൈഡിൽ പോകണമെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സൈഡിൽ അവരുടെ മീറ്റപ്സ് ഉണ്ട്. മീറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ഫ്രണ്ട് എൻഡ് ടെക്നോളജീസിൽ പോയ റിയാക്ട്, ആംഗുലർ, അവരുടെ ഒക്കെ മീറ്റപ്സ് ഉണ്ട്. ഇനി എന്താണ് ഈ മീറ്റപ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഞാൻ പോകാനുള്ള സ്പേസിലൊക്കെ എല്ലാ മാസവും ഒരു ദിവസം ഈവനിങ്ങിലായിരിക്കും, ആഫ്റ്റർ വർക്ക് ആയിരിക്കും, ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗെദർ ആയിരിക്കും. അതിൽ 3-4 ടോക്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ പല പല ടോപ്പിക്സിനെ കുറിച്ചിട്ട്, ഇപ്പോൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുണ്ടാവും, ചിലതിൽ ലൈക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടുണ്ടാവും. ഇനി മീറ്റപ്പ് ഒക്കെ ഫ്രീ ആണ്, വി ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്. ഇറ്റ്സ് മന്ത്ലി വരുന്ന എല്ലാ മീറ്റപ്സും ഫ്രീ ആണ്, ജസ്റ്റ് യു ഹാവ് ടു രജിസ്റ്റർ. പിന്നെ ഓരോരോ ടോക്സും അല്ലെങ്കിൽ ഇവൻറ്റ്സും വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലാണ് കുറച്ച് സീറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ
നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വരും. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണോ? എല്ലാം ഫ്രീ. ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഈ മീറ്റപ്സിൽ പോലെ എനിക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സും പിന്നെ ഒരുപാട് കളക്ടബിൾസും ഒക്കെ കിട്ടും. കാരണം രാഹുല് ആ മീറ്റപ്പ് കഴിഞ്ഞ് വരുമ്പോ രാഹുലിന്റെ ഒരു ബാക്ക് പാക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് പാക്ക് നിറച്ച സാധനമായിട്ട് ഒരുപാട് ഇത് കിട്ടും. അതുമാതിരിയല്ല നമുക്ക് സ്നാക്സും ഒക്കെ ഉണ്ടാവും. ഇത് എന്താ വെച്ചാൽ ഓരോരോ കമ്പനീസ് ആണ് ഇത് സ്പോൺസർ ചെയ്യുക. ഇത് തന്നെ ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും കൊളീഗ്സ് ഒക്കെ ഒരുമിച്ചിട്ടാണ് പോവുക ഇതിന്. പിന്നെ ഫുഡും സ്നാക്സും ഡിന്നറൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ഫ്രീ ആയിരിക്കും. പിന്നെ ക്വിസ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അതൊരു നല്ലൊരു ടൈം ആയിരിക്കും. എല്ലാവരും ചേർന്നിട്ട് ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, കണക്ഷൻസ്. മീറ്റപ്പിന്റെ ഇടയിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ റിക്രൂട്ട്മെന്റിന്റെ കാര്യം കൂടിയും പറയാണ്. മീറ്റപ്പിന്റെ ഇടയിൽ പറയും ചില ആൾക്കാരൊക്കെ ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ന വേക്കൻസീസ് ഉണ്ട്, അപ്പോൾ ഞങ്ങളിത് ഇവിടെയാണ് ഇരിക്കണത്. അപ്പോൾ എന്നുവെച്ചാൽ ഒരു ഓഡിറ്റോറിയം ആവും, അപ്പോൾ കുറെ പേരുണ്ടാവും, ഞങ്ങൾ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ജോബ് അപ്ലൈ ചെയ്യാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആൾക്കാർ പ്ലീസ് കം ആൻഡ് ടോക്ക് ടു അസ് എന്ന് പറയും. അതേമാതിരി കണക്ഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ജോബ് സീക്കേഴ്സ് വരും, അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ വേക്കൻസീസിലൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിക്രൂട്ടർ വഴിയല്ല പോണത്, വി ആർ അപ്ലൈങ് ഡയറക്ട്ലി ടു ദ കമ്പനി ആൻഡ് പ്രോബ്ലി റിക്രൂട്ടർ അവർ തന്നെ പറയും ഞങ്ങളുടെ കമ്പനി റിക്രൂട്ടർ ഉണ്ട്, അപ്പോൾ നേരിട്ടിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ മീറ്റപ്സും കാര്യങ്ങളും പഠിക്കും, അതേമാതിരി വേക്കൻസീസ് ഉണ്ടോ എന്ന് അറിയും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മീറ്റപ്സിലൊക്കെ ഇപ്പം നാട്ടിലിരുന്നിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പോകാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ലണ്ടനിലാവുമ്പോൾ ഞാൻ എല്ലാ മാസവും ഈ മീറ്റപ്പിൽ ഡെഫിനറ്റ്ലി പോയിരുന്നു. ഇപ്പോൾ ഞാൻ പോകാൻ പറ്റാത്തതാണെങ്കിൽ ഇത് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ നാട്ടിൽ നിന്നും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഈവൻ ടോക്സും ചില സമയത്ത് ഇന്ത്യയിൽ നിന്ന് കമ്പനീസിന് ടോക്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ കാര്യം ഞാൻ വിചാരിക്കുന്നു, ഞാനൊക്കെ ഇപ്പൊ പഠിക്കുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതിന്റെയൊക്കെ ഒരു പാർട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കമ്പനിയിൽ ഞാൻ കയറി കഴിഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഞാൻ ആദ്യം കമ്പനിയിൽ കയറിയപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഫ്രം സ്ക്രാച്ച് എനിക്ക് പഠിക്കേണ്ടി വന്നു. പക്ഷെ എനിക്ക് മീറ്റപ്സിൽ പോയി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഈ കമ്പനീസിൽ ഏതൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യണത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യണത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, അതേമാതിരി പ്രോഗ്രാമിംഗ്, ഇങ്ങനെ മെമ്മറി മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ ആരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ടെക്നോളജി ഇൻട്രസ്റ്റിംഗ്, ടെക്നോളജി മാത്രമല്ല ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നാട്ടിലിരുന്ന ആൾക്കാർക്ക് ലൈവ് സ്ട്രീം ചെയ്യാം യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത്. ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ് ഒബ്വിയസ്ലി. അപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ മീറ്റപ്സ് കൊണ്ട് മാത്രം തീരുന്നില്ല, അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയും ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഓരോരോ ഇതിനും സ്പേസിനും അല്ലെങ്കിൽ ഓരോരോ ടെക്നോളജിക്കും അവരുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ടാവും, ലൈക്ക് വർക്ക് സ്പേസസ് ഉണ്ടാവും. ഇപ്പോൾ സ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സ്ലാക്ക് ആ ആപ്പ് അഗെയിൻ ഫ്രീ ആണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടെക്നോളജി ഏതിലാണെങ്കിലും അവരുടെ വർക്ക് സ്പേസിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ പൈത്തൺ കമ്മ്യൂണിറ്റിയുടെ സ്ലാക്ക് ഉണ്ട്, അതേമാതിരി PHP ഇപ്പൊ പ്രോഗ്രാമിംഗ് ആണ് ഞാൻ പറയണത്, അതിന്റെ കമ്മ്യൂണിറ്റിയുടെ സ്ലാക്ക് ഉണ്ട്. സ്ലാക്ക് ആപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ട്, രാഹുലിന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ആ സ്ലാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയോ, ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സഞ്ചർ ഒക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന മെസ്സഞ്ചർ ഇല്ലേ എന്ന് പോലത്തെ ഒരു പോപ്പപ്പ് ആണ്. അതാണ് അല്ലെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു വർക്ക് സ്പേസ്, അതേമാതിരി ഏത് ടെക്നോളജിയാണ് നമുക്ക് ഇഷ്ടം നമ്മൾ ആ വർക്ക് സ്പേസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ടാവും. ഇപ്പൊ അതിന് തന്നെ ജോബ്സ് ഉണ്ടാവും ചാനൽസ്. അപ്പൊ ജോബ്സ് എന്താണെന്ന് വെച്ചാൽ നേരിട്ടിട്ട് കമ്പനീസിന് അതിൽ ജോബ്സ് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ ഇതിലുണ്ട്, അപ്പൊ ആ ഒരു സ്പേസിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. നമ്മളത് കാണും, നമുക്ക് എല്ലാവർക്കും കാണും, വിസിബിൾ അല്ലേ അത്, എല്ലാവർക്കും വിസിബിൾ ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, പാർട്ടാവാം. പല ഇപ്പൊ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഞാനും ഒരുപാട് ലൈക്ക് പുതിയ ഗ്രാജുവേറ്റ്സും അതായത് ആ സ്പേസിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യണ കാണാം. ലൈക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല നിങ്ങളുടെ സ്പേസിൽ, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇതിലേക്ക് ഒരു ജോബിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. സോ വിച്ച് ഇസ് ദ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ട് കറന്റ് ഡെവലപ്പേഴ്സും എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ ഗ്രാജുവേറ്റിന് ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനകത്ത് പറയാനുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ലാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഫ്രീ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാം നിങ്ങൾക്ക്. ജസ്റ്റ് അതായത് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊസിഷൻ വേണം എന്നുണ്ടെങ്കിൽ അവരെന്നെ ഇപ്പോൾ അതെ ജോബ്സ് പോസ്റ്റ് ഒരുപാട് ജോബ് അപ്ഡേറ്റ്സ് വരും നിങ്ങളുടെ സ്ലാക്ക് ചാനൽ ആ സ്പെസിഫിക് ചാനലില്. അപ്പം നമുക്കത് കണ്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വല്ല ക്വസ്റ്റ്യൻസും ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പൊ എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ഇതിൽ ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചോദിക്കാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലേ. അപ്പോൾ ആൾക്കാർ ഡെഫിനറ്റ്ലി പറയും, റിപ്ലൈ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ജോബ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ഒരു ഓപ്ഷനാണ്. ഞാൻ കഴിഞ്ഞ ജോബ് ഇപ്പൊ ഞാൻ സ്ലാക്കിൽ അഗെയിൻ ഒരു അപ്ഡേറ്റ് കണ്ടു. നല്ലൊരു ടെക്നോളജി ആയിരുന്നു, നല്ലൊരു കമ്പനി ആയിരുന്നു. അപ്പൊ ഞാൻ കയറി അപ്ലൈ ചെയ്തു. എനിക്ക് അങ്ങനെ പ്ലേസ്ഡ് ആയി. ഞാൻ അത് കൂടെയാണ് ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞു ജോബ് സൈറ്റും ജോബ് സെർവും ഞാൻ അങ്ങനെ പിന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയത് ത്രൂ സ്ലാക്ക് ആണ്. നമുക്ക് ഇതൊക്കെ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇതിപ്പോ നിങ്ങൾ ഇതിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ പോകണം ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതല്ല, ദിസ് ഇസ് വൺ ഓഫ് ദി ഓപ്ഷൻസ് എന്നുള്ളതാണ്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെറും ജോബ് സൈറ്റിൽ മാത്രം ഇട്ട് നമുക്ക് അതിന്ന് കോളൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു രജിസ്റ്റർ ചെയ്യാൻ മാത്രമല്ലേ വേണ്ടു. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം ഫ്രീ ആണ്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ കരിയർ ഫെയർസ്. അത് നാട്ടിലുള്ള ഒരുപാട് ഓപ്ഷൻ ആണ്. ഇറ്റ്സ് വെരി കോമൺ. ഇപ്പൊ ഞാനും ഇപ്പൊ ഒരു കമ്പനിയില് 2-3 കൊല്ലം മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് 2-3 കൊല്ലമായിട്ടില്ല, കഴിഞ്ഞ വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പനീന്റെ പാർട്ടായിട്ട് ഓക്സ്ഫോർഡിലുള്ള ഒരു കരിയർ ഫെയറിൽ പോയിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഞാൻ കമ്പനീനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം HR ഒക്കെ ഇപ്പോൾ കാൻഡിഡേറ്റ്സിനെ കാണുമ്പോഴത്തേക്കും ദേ ഹാവ് ഒരു നമ്മുടെ ഈ പൊസിഷൻസ് ഒക്കെ ഓപ്പൺ ആണ്, ഇതിലേക്ക് നമ്മൾ അഡ്വർടൈസ് ചെയ്യണം, ഇതിലേക്കാണ് ആൾക്കാരുടെ CV-യും അതേപോലെ പ്രൊഫൈലൊക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനി നമ്മുടെ ആ പൊസിഷൻ ഓപ്പൺ ആണ് എന്നുള്ളത് ആൾക്കാരുടെ അടുത്ത് പറയും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മളത് നേരിട്ടിട്ട് തന്നെ HR-ന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെർച്വൽ കരിയർ ഫെയർസ് ഉണ്ട്. അതും ഞാൻ UK ബേസ്ഡ് ഒരുപാട് വെർച്വൽ കരിയർ ഫെയർസ് ഉണ്ട്. ഒരു സൈറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇവന്റ് ബ്രൈറ്റിന്റെ നിങ്ങൾക്ക് കൂടുതൽ സെർച്ച് ചെയ്ത് അറിയാം. കാരണം ഞങ്ങൾ എവിടെ കണ്ടതല്ല, ഞങ്ങൾ ന്യൂസിൽ കണ്ടതാണ്, ഡെയിലി മെയിലിലെ ന്യൂസിലൊക്കെ കണ്ടതാണ്. ഇങ്ങനെ വെർച്വൽ ആയിട്ട് ഇപ്പൊ കോവിഡ് കാരണം വെർച്വൽ ആയിട്ട് കരിയർ ഫെയർസ്, കാരണം ആർക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാ മാസവും വെർച്വൽ കരിയർ ഫെയർസ് ഇവന്റ്സ് ഉണ്ട്. നമുക്കത് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് 2 മാസം കൂടുമ്പോൾ ഒന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു വെർച്വൽ കരിയർ ഫെയർസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പോൾ ഒരുപാട് വെർച്വൽ കരിയർ ഫെയർസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതും ഇറ്റ് വിൽ ഓൾസോ ബി ആസ് ഗുഡ് ആസ് ആൻ ആക്ച്വൽ വൺ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും അതിലും ട്രൈ ചെയ്യാവുന്നതാണ്. പല ഓപ്ഷൻസും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മീറ്റപ്സ് ഒക്കെ സ്ലാക്കും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിരിക്കും പലർക്കും. ഇത് ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പോൾ UK മൂവ് ചെയ്തിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് മൂവ് ചെയ്തിട്ട് ബെൽഫാസ്റ്റിലും അതുപോലെ തന്നെ അല്ലെ ന്യൂ കാസലിലും ഒക്കെയുള്ള കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വല്ല ജോലി ഞങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് വല്ല എന്ന് വെച്ചാൽ അവർക്ക് ജോബ് സൈറ്റിൽ ഇട്ട ആൾക്കാർ തന്നെയാണ്, എല്ലാ ജോബ് സൈറ്റ്സിലും ഇവിടുത്തെ UK ബേസിൽ ഇട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ കോവിഡ് കാരണം തന്നെയായിരിക്കും തോന്നുന്നു അവർക്ക് കുറച്ച് ഇപ്പോൾ കോൾസ് ഒക്കെ കുറവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ആവുന്ന മെത്തേഡാണ് ഈ സ്ലാക്കും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പലർക്കും അറിയണ്ടാവില്ല, അറിയണവരുണ്ടാവാം, അറിയാത്തവർക്കുള്ളൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെയാണിത്. പിന്നെ നമുക്ക് പറയാനുള്ളത് വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റപ്സ് അല്ലാണ്ട് നമ്മൾ പെയ്ഡ് കോൺഫറൻസസും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് എൻ്റെ ഇതിൽ. അപ്പോൾ കമ്പനിയാണ് £500 എന്തോ ആയിരുന്നു 2 ദിവസത്തെ കോൺഫറൻസിന്. അപ്പോൾ അതിൽ ഒരുപാട് ടോക്സ് നടക്കും. കൂടെ തന്നെ കമ്പനി പേ ചെയ്തു £500 ആയിരുന്നു. ഫസ്റ്റ് ഡേ ആക്ച്വലി 3 days ആയിരുന്നു. ഫസ്റ്റ് ഡേ ട്രെയിനിങ് മാതിരി ആയിരുന്നു. ഇപ്പോൾ അഗെയിൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ആ ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്.
പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ അഗെയിൻ ടോക്സ് ആയിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ പോയി, പിന്നെ ബിക്കോസ് ഞങ്ങൾ ആ സ്പേസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വി ഓൾറെഡി ഹാവ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ പോയിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാരെ അഗെയിൻ കാണാൻ പറ്റും, ഒരുപാട് കമ്പനീസിനെ പരിചയം. അത് വേൾഡ് വൈഡിൽ കമ്പനീസിലത്തുള്ള ആൾക്കാർ വരും. USA എന്നുള്ള ടോക്സ് ഉണ്ടായിരുന്നു കമ്പനീസ് എന്നുള്ളത്, ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു. അവിടെ കാരിയർ, അതിന്റെ ഉള്ളിൽ തന്നെ കാരിയർ ഫെയർസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണു. കാരണം ഇവിടെ ജോലി സെർച്ച് ചെയ്യുന്ന പലർക്കും അല്ലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് എന്ന് വിചാരിക്കണം. അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. നിങ്ങൾക്ക് വല്ല ഇതുപോലെ ഞങ്ങൾ ഇപ്പൊ സ്ലാക്കിന്റെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് രാഹുൽ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അത് ആക്ച്വലി പറയില്ല എന്ന് എല്ലാവരും പറയും, സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പറയില്ല എന്ന് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമാവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം, റിപ്ലൈ തരാം. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിർത്താം. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജോലി നോക്കുന്ന ആൾക്കാർക്കും ഇനിയിപ്പോൾ UK വരുന്ന ആൾക്കാർക്കും ഇവിടെ നിന്ന് ജോലി നോക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഫ്രം ബോത്ത് ഓഫ് us. അപ്പോൾ എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ഓൾറൈറ്റ്.